Hi everyone, welcome to Happy Homes by Akhila. ബാംഗ്ലൂരെ എല്ലാ മുക്കും മൂലയും വരെ ഏറ്റവും കളർഫുൾ ആവുന്ന ദിവസങ്ങളാണ് ദീപാവലിയുടെ ദിവസങ്ങൾ. കണ്ടോ? കടകളും വഴിയോര കച്ചവടക്കാരും ഒക്കെ ആളുകളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണിത്. വഴി അരികിലെ പൂക്കച്ചവടവും മൺചിരാതിൻ്റെ വിൽപ്പനയൊക്കെ സജീവമാകുന്ന ഒരു സമയം കൂടിയാണിത്. ആളും തിരക്കും ഒക്കെ ഉണ്ട്. ഇവിടെ കാണുന്നൊരു പ്രത്യേകതയാണ് കേട്ടോ. എന്ത് വിശേഷ അവസരങ്ങളിലും ഇവർ ചെറിയ വാഴത്തൈകളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന കാണാം. അതുപോലെ കരിമ്പിൻ്റെ തണ്ടുമൊക്കെ ഇതുപോലെ വെച്ചിരിക്കുന്ന കാണാം. The choir comedy is magic. ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിലും മാസ്ക് ഇല്ലാതെ പോകുന്നവരുണ്ട്. അവരെ പിടിക്കുന്ന പോലീസുകാരെയൊക്കെ നമുക്ക് കാണാം. ദീപാവലിയായിട്ട് സ്വീറ്റ്സ് അത് മസ്റ്റല്ലേ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ബേക്കറിയാണിത്. ഇവിടുത്തെ മിൽക്ക് കേക്ക് ഭയങ്കര അപാര ടേസ്റ്റാണ്. ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. ഇതിനൊരു ഗ്ലേസ് ഉണ്ട്, അതുപോലെ ഒരു കളർ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നും, ഒരു ക്രീം, പിന്നെ ഒരു ഡാർക്ക് കളറ്. അപ്പോൾ ഇത് പാല് ശരിക്കും വറ്റിച്ച് എടുത്ത ലാസ്റ്റ് പഞ്ചസാരയൊക്കെ ചേർത്താണ് ഈ കളർ വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എത്ര ട്രൈ ചെയ്തിട്ട് ഈ ഒരു സംഭവം ശരിയായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞ് കിട്ടുന്നത് തന്നെയാണ് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. ആ ടേസ്റ്റ് വരുന്നത് ഈ മിൽക്ക് കേക്കിന് തന്നെയാണ്. എത്രയൊക്കെ മധുരം വാങ്ങിയാലും നമ്മൾ വീട്ടിലൊരു മധുരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കൊരു ഫീലാണ്, നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയില്ലൊന്നും. അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡർ ബർഫി ഉണ്ടാക്കുകയാണ്. ഈ ബർഫി ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 1.25 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് കട്ടകളൊന്നുമില്ലാതെ ആക്കി മാറ്റുക. നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ അതൊന്ന് ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നാരങ്ങാനീരാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇത് പാല് പിരിയാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് കാണാനൊക്കെ നല്ല രസമാണ്. അത് കട്ടയായിട്ടൊക്കെ കുറുകി വരും. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിയുമ്പം ഈ കുറുകി വന്നിരിക്കുന്ന ഒന്നും കൂടെ ലൂസാകും. ലൂസായി കഴിഞ്ഞാലും പിന്നെ ഒന്നുകൂടെ ഇളക്കി ഇത് ഡ്രൈ ആക്കി എടുക്കുക. കൃത്യമായിട്ട് ടൈം ഇതിന് പറയാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് 20 മിനിറ്റ് തുടങ്ങി ഒരു അരമണിക്കൂർ വരെയൊക്കെ എടുക്കുക. നമ്മുടെ ഫ്ലെയിമിൻ്റെ ഒക്കെ ഒരു ചൂടനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഏതായാലും കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വീണ്ടും വറ്റി വരാനായിട്ട്. നന്നായിട്ട് വറ്റും തോറും ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബർഫി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോൾഡിലേക്ക് ലേശം നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറണമെന്നില്ല. ഞാൻ ആറാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തില്ല. ആറിയാലും കുഴപ്പമില്ല. ആറി കഴിഞ്ഞ ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറിയ ചൂടോടുകൂടി ഉരുട്ടി ഏതെങ്കിലും ഷേപ്പിലാക്കിയാലും കുഴപ്പമില്ല. കത്തി കൊണ്ടാണ് മുറിക്കുന്നതെങ്കിൽ കുറച്ച് നെയ്യ് കത്തിയിൽ തടവാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.
എത്ര പാവപ്പെട്ടവരാണേലും ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാതെ ഇവിടെ ദീപാവലി ഇല്ലാന്ന് തോന്നുന്നു.